പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇത് നല്ല സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. കാരണം ഇത് നോമ്പിൻ്റെ അവസാനത്തെ 10 ഏകദേശം 23-ാമത്തെ അന്ന് 23, 24 അങ്ങനെയുള്ള ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇത്. 24, 25 അങ്ങോട്ട് അന്ന് ഇത് ഇപ്പോൾ ഈ കാണുമ്പോൾ 5:30 മണിയാണ്. 5:30 മണി എന്ന് വെച്ചാൽ വൈകിട്ടത്തെ 5:30 മണിയല്ല, പുലർച്ചെ 5:30 മണി. ഞാൻ 6 മണി 6:30 അങ്ങനെയാകുമ്പോൾ ഇതിലേ നടക്കാൻ പോവാം പതിവായി. പക്ഷെ അന്നൊന്നും ആരും ഉണ്ടാവില്ല. ഞാനും പിന്നെ റോഡ് ക്ലീൻ ചെയ്യുന്നവരും മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയേ എത്ര ആൾക്കാരെ, തിക്കും തിരക്കാൻ, നടക്കാൻ പറ്റുന്നില്ല. ആ ഉള്ളിലുള്ള ആ ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കടകളിലൊക്കെ ഒന്നും കയറാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് ആൾക്കാരാണ്. ഈ ഭാഗത്ത് ജെൻസിൻ്റെ സാധനങ്ങളാണ് കൂടുതലും. പിന്നെ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ലേഡീസ് കുറവാണ്, ജെൻസാണ് കൂടുതലുള്ളത്. അവരുടെ തോപ്പ് വട്ട് എന്ന് പറയുന്ന സാധനം, അത് കറക്റ്റാണോ ഞാൻ പറയുന്നതെന്ന് അറിയില്ല. അത് പിന്നെ ഷോ ബട്ടൺ, പിന്നെ ഇവർ വിൽക്കുന്നത് സ്പ്രേ, പിന്നെ പെന്ന്, വാച്ച്, ചെരുപ്പ്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. ഞാനിവിടെ കണ്ട ഒരു കാര്യം വെച്ചാൽ, ഇവർ ചെറിയ കുട്ടികളുടെ അടുത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വിൽക്കാൻ കൊടുക്കും. അങ്ങനെയാണ് ഇവർ ബിസിനസ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ അവസരത്തിലാണ്, മറ്റുള്ള അവസരത്തിലൊന്നുമില്ല. ഈ ഒരു സമയത്ത് അവർ കുട്ടികളുടെ അടുത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വിൽക്കാൻ കൊടുക്കും. അത് കുട്ടികളെ നല്ല ഭംഗിയായിട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാണുമ്പം എനിക്ക് പണ്ട് ഞങ്ങളുടെ ചെറിയ കുട്ടിക്കാലത്താണ് ഓർമ്മ വന്നത്. അന്ന് സ്കൂള് വെക്കേഷൻ ടൈമിന് പിന്നെ ഈ കടല വറുത്തിട്ട് കുട്ടികളുടെ അടുത്ത് കൊടുക്കും. അപ്പോൾ ഈ കുട്ടികൾ ദൂരെയൊന്നും പോകില്ല, വീട്ടിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്തെല്ലാം പോയി ഇത് വിൽക്കും. വിറ്റിട്ട് ആ പൈസ ആ കുട്ടികൾക്കുള്ളത് തന്നെയാണ്. ഞാനെല്ലാം വെച്ചാൽ ആരെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ നല്ല നിലവിളിയായിരിക്കും. ആ നിലവിളി നിർത്താൻ വേണ്ടി ആൾക്കാർ വാങ്ങിക്കും. അതേപോലെ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ഈ കുരുമുളക് ഉണ്ടാവും. കുരുമുളക് വള്ളിയിൽ നിന്ന് പറിക്കാൻ പാടില്ല. നിലത്ത് വീണ കുരുമുളക് പെറുക്കി കൊണ്ടുവന്ന് ഉണക്കും. അതേപോലെ അടക്ക കൊണ്ടുവന്ന് അതും ഉണക്കി പിന്നെ കടയിൽ കൊണ്ടുപോയി വിറ്റ് അതും പൈസ കൂട്ടി വെക്കും. ഈ വൃശ്ചിക സമയത്തൊക്കെ നല്ല തണുപ്പായിരിക്കും. ആ തണുപ്പത്ത് ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും. പക്ഷേങ്കിൽ മറ്റുള്ളവർ പോയി പെറുക്കിക്കളയോ എന്നുള്ള ആ ഒരു ഇതിൽ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോയി പെറുക്കി കൊണ്ടുവന്ന് ഉണക്കി അത് കൊണ്ടുപോയി വിറ്റ് ആ പൈസ കൂട്ടി വെക്കും. എന്തിനെന്നാ? ഓർക്കാട്ടൊരു ചന്തയ്ക്ക് പോവാൻ. ചന്തയ്ക്ക് പോയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാനാണ് ഇങ്ങനെ പൈസ കൂട്ടി വെക്കുന്നത്. ചന്ത ഇങ്ങ് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി പോവും. എന്നിട്ട് അതിന് മുന്നേ തീരുമാനിക്കും എന്തൊക്കെ വാങ്ങണം എന്തൊക്കെ എന്ന്. അപ്പോൾ എന്നിട്ട് കുട്ടികളെല്ലാം അവരവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കും. എന്നിട്ട് ആ ചന്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചന്തക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. എല്ലാ കുട്ടികളും അങ്ങനെയായിരുന്നു, ഓരോരുത്തരെന്നല്ല, എല്ലാവരും അങ്ങനെ അവനവന് വേണ്ടിയിട്ടുള്ള. അത് നല്ലൊരു സുഖമായിരുന്നു. മൊത്തം എല്ലാവരും കൂടിയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. ഈ അങ്ങനെ ബോക്സ് മൊത്തം വാങ്ങിച്ചിട്ട് ഇതിൽ വാച്ചുണ്ട്, പെന്നുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ ആ ഷോ ബട്ടൺ, ആ വെള്ള ഡ്രസ്സിൻ്റെ മേലെ വെക്കുന്ന ഷോ ബട്ടൺ, പിന്നെ ഇവർ ജപിക്കുന്ന മാലയില്ല, അതിനെന്താ പറയാമെന്നറിയില്ല, അതൊക്കെ ഒന്നിച്ചാണ് കൊടുക്കുക. ഇതാണ് ഷോ ബട്ടൺ. നല്ല ഭംഗിയാണ് അത് കാണാൻ. പിന്നെ പെന്ന് കണ്ടില്ലേ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കാണുന്നവരെല്ലാവരും.